നമസ്കാരം. പുണർദ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ കഴിഞ്ഞ 6-7 മാസമായിട്ട് അവഗണിക്കപ്പെട്ട പല അവസ്ഥാവിശേഷങ്ങളും ഒഴിഞ്ഞുമാറി പരിഗണിക്കപ്പെടുന്നതിൻ്റെ വെളിച്ചത്തിൽ വളരെ സൂക്ഷ്മമായിട്ട് പ്രയത്നിക്കാനും പ്രവർത്തിക്കാനും അവസരങ്ങൾ വന്നു ചേരും. ഇതിൻ്റെ വെളിച്ചത്തിൽ ജനമധ്യത്തിൽ പരിഗണന ലഭിക്കുവാനും സാധ്യത കാണുന്നതുമുണ്ട്. എല്ലാ കാര്യങ്ങളിലും വൈദഗ്ധ്യമുണ്ടെങ്കിൽ പോലും അവലംബിക്കാൻ അവസരം വന്നു ചേരാത്തതിൻ്റെ വെളിച്ചത്തിൽ പലവിധത്തിലുള്ള വിമിഷ്ടമായിട്ടുള്ള ഒരവസ്ഥകളൊക്കെ കഴിഞ്ഞ 5-6 മാസമായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മേലധികാരി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്ന വ്യക്തി വന്നു ചേരുക, അഥവാ ഉടമസ്ഥർക്ക് പദ്ധതി സമർപ്പണത്തിൽ അനുകൂലമായിട്ടുള്ള സ്വീകാര്യത വന്നു ചേരുക എന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വർഷങ്ങളായിട്ട് നിർത്തിവെച്ച കർമ്മ പദ്ധതികൾ പുനരാരംഭിക്കാൻ അവസരം വന്നു ചേരും. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഈ ഫെബ്രുവരി മാസത്തിൽ തന്നെ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ സാധ്യത കാണുന്നു. നിലവിലുള്ള ജോലിയിൽ ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റമോ ആനുകൂല്യങ്ങളോ ലഭിക്കാത്തതിന്റെ വെളിച്ചത്തിൽ നിലവിലുള്ള സ്ഥാനത്ത് തുടർന്നുകൊണ്ട് ഇത് ഉപേക്ഷിക്കാതെ തന്നെ മറ്റ് ജോലികളൊക്കെ അപേക്ഷിക്കുവാനും ഒരു പക്ഷേ തൃപ്തിയായിട്ടൊരു ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരുവാനും സാധ്യതയുണ്ട്. സംഭവബഹുലമായിട്ടുള്ള വിഷയങ്ങൾ വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളെയും വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടും പരീക്ഷിച്ചുകൊണ്ടും അതിൻ്റെ കാര്യകാരണങ്ങൾ കൃത്യമാക്കി മനസ്സിലാക്കിക്കൊണ്ടും പുതിയതായുള്ള ചുവടുവയ്പ്പുകൾക്ക് സാധ്യത കാണുന്നു. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും ഏറ്റെടുത്ത കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടുള്ള രീതിയിൽ അവലംബിക്കുവാനും സാധ്യത കാണുന്നതുമുണ്ട്. ആചാര മര്യാദകൾ പാലിക്കുന്നത് വഴി വിപരീതമായിട്ടുള്ള സാഹചര്യത്തിനെല്ലാം തന്നെ പിന്മാറുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ അതിനെ എല്ലാം അതിജീവിക്കാനുള്ള അവസരം വന്നു ചേരുവാനും യോഗമുണ്ട്. മേലധികാരികളുടെ ദീർഘവീക്ഷണത്തോടുകൂടിയതായിട്ടുള്ള പദ്ധതികളായതുകൊണ്ട് വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഏറ്റെടുക്കുവാൻ സാധ്യത കാണുന്നു. സഹോദരങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ പോലും വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി വസ്തുതർക്കം പരിഹരിക്കുവാനും അർഹമായിട്ടുള്ള പൂർവികമായിട്ടുള്ള സ്വത്ത് രേഖാപരമായി ലഭിക്കുവാനും സാധ്യത കാണുന്നുണ്ട്. ഉപരിപഠനത്തിന് താരതമ്യേന കുറഞ്ഞ ഫീസ് കൊടുത്തുകൊണ്ട് ചേരുവാൻ അവസരങ്ങൾ വന്നു ചേരും. വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ആചാര അനുഷ്ഠാനങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി അനുവർത്തിക്കുന്നത് വഴി പല വിധത്തിലുള്ള സാംക്രമിക രോഗങ്ങളെ പോലും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിട വരും. യാഥാർത്ഥ്യങ്ങളോട് ബന്ധപ്പെട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ അവസരങ്ങൾ വന്നു ചേരുന്നത് വഴി കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. ശുഭസൂചകങ്ങളായിട്ടുള്ള സൽക്കർമ്മങ്ങൾക്ക് സർവാത്മന സഹകരിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ അവസരം വന്നു ചേരും. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പരീക്ഷണ നിരീക്ഷണങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. പ്രവർത്തന ശൈലിയിൽ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും എന്ന് മാത്രമല്ല, പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കുന്നതിന് പോലും സാധ്യതയുണ്ട്. അവിസ്മരണീയമായിട്ടുള്ള മുഹൂർത്തങ്ങൾ അനശ്വരമാക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. കീഴ് ജീവനക്കാർക്ക് വിദഗ്ധമായുള്ള നിർദ്ദേശം നൽകിക്കൊണ്ട് പുതിയതായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ അവസരം വന്നു ചേരും. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുകൂലമായുള്ള ഫലങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ദീർഘകാല കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും മറ്റുള്ളവർക്ക് സ്വല്പം അരോചകമാണ് എന്ന് തോന്നുമെങ്കിൽ പോലും പ്രസ്ഥാനത്തിന് ഏറ്റവും അനുയോജ്യമായതുകൊണ്ട് സ്വല്പം കാലതാമസം ഉണ്ടാകുമെങ്കിൽ പോലും അനുവർത്തിക്കുക തന്നെയായിരിക്കും ഏറ്റവും നന്നാവുക. അഭിമാനത്തെ ചോദ്യം ചെയ്തതിനാൽ ഉദ്യോഗത്തിൽ നിന്നും ജോലി രാജിവെക്കുവാൻ തീരുമാനിക്കും. യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ബന്ധുമിത്രാദികളുടെ
ആഗമനം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. പരീക്ഷ നിരീക്ഷണങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. മാർച്ച് ഏപ്രിൽ എന്നീ മാസകാലങ്ങളിൽ നടക്കുന്ന പരീക്ഷകളിൽ വളരെ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ പഠിക്കാനും അവലംബിക്കുവാനുമുള്ള ഒരു ആത്മവിശ്വാസത്തോടുകൂടി അവസരങ്ങൾ വന്നു ചേരും. എന്നാൽ മക്കളുടെ പല വിധത്തിലുള്ള ആവശ്യങ്ങൾക്കുമായിട്ട് ഈ ഒരു മാസത്തിൽ ആരാധനാലയ ദർശനം നടത്തുവാനും പരീക്ഷ കഴിവോളം വിശേഷപ്പെട്ട വഴിപാടുകളൊക്കെ ചെയ്തു തീർക്കുവാനായിട്ട് ഏൽപ്പിക്കുവാനും അവസരം ഉണ്ടായിത്തീരും. ഇതാണ് പുണർദ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ഫെബ്രുവരി മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെടുവാനുള്ള അവസരം ഉണ്ടാകുവാനും ഒരുപക്ഷെ പണം കൂടുതൽ മുതൽ മുടക്കില്ലാത്തതും കുറച്ച് കൂടുതൽ അധ്വാനം വേണ്ടി വരുന്നതുമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളായതുകൊണ്ട് അത് സ്വീകരിക്കുവാനിടയുണ്ട്. എന്നാൽ ഇതിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഒരുപക്ഷെ 6 മാസത്തിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ എന്ന ധാരണയോടുകൂടി തന്നെ ഏറ്റെടുക്കുവാൻ സാധ്യതയുണ്ട്. വിദേശത്ത് താമസിക്കുന്ന പലർക്കും സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. അച്ഛന് അസുഖങ്ങൾ വർദ്ധിക്കുവാനിടയുള്ളത് കൊണ്ട് ദൂരദേശത്ത് വസിക്കുന്നവർക്ക് ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സഹജമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം വന്നു ചേരുമെങ്കിലും അതിനനുസരിച്ചുള്ളൊരു അംഗീകാരം ഇല്ലാത്തത് കൊണ്ട് ഉദ്യോഗത്തിലെ മറ്റു ചില ഉദ്യോഗങ്ങൾക്ക് അപേക്ഷകൾ നൽകുവാൻ അവസരം ഉണ്ടാകുവാനിടയുണ്ട്. സൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുമോദനങ്ങൾ വന്നു ചേരും. വ്യവസ്ഥകൾക്ക് അതീതമായി പ്രവർത്തിക്കാനിട വരുമെങ്കിൽ പോലും ഫെബ്രുവരി മാസം പകുതി മുതൽ മാത്രമേ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുവാൻ ഇടയുള്ളൂ. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും പ്രത്യേകിച്ച് ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുന്നതൊക്കെ തന്നെ ഫെബ്രുവരി മാസം പകുതിക്ക് ശേഷമായിരിക്കും ഏറ്റവും നന്നാവുക. പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് ഈ മാർച്ച് മാസത്തിൽ നടക്കുന്ന പരീക്ഷയിലെല്ലാം തന്നെ വളരെ പ്രതീക്ഷിച്ചതിലുപരി ഓർമ്മശക്തിയോടുകൂടി ഭംഗിയായിട്ട് എഴുതുവാൻ സാധിക്കുന്നത് വഴി അതിനൊരു ആത്മവിശ്വാസം ആർജിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ഒരുപക്ഷെ മക്കളുടെ വിദ്യാഭ്യാസം, പരീക്ഷ മുതലായ കാര്യങ്ങൾക്ക് വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും അവസരം ഉണ്ടാകും. സംഭവബഹുലമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. അറിവുള്ളതിനേക്കാൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. പലപ്പോഴും സുദീർഘമായിട്ടുള്ള ചർച്ചകളായതുകൊണ്ട് മനസ്സിന് സ്വല്പം ആശങ്ക വർദ്ധിക്കുമെങ്കിൽ പോലും അന്തിമമായിട്ടെല്ലാം ശുഭപരിസമാപ്തിയിലെത്തിക്കാൻ സാധിക്കുന്നതുമാണ്. വർഷങ്ങൾക്ക് ശേഷം അന്യനാട്ടിലോ വികസിത രാഷ്ട്രത്തിലോ താമസിക്കുന്ന പലർക്കും വർഷങ്ങൾക്ക് ശേഷം ജന്മനാട്ടിലെത്തിച്ചേരുവാനും ജന്മനാട്ടിലെ ആരാധനാലയത്തിലെ വാർഷികമായിട്ടുള്ള ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും അവസരം ഉണ്ടാകും. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരുവാനിടയുണ്ട്. വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും വിചാരിച്ച പോലെ നേട്ടമുണ്ടാവുകയില്ല എന്ന നിർദ്ദേശം അനുഭവജ്ഞാനമുള്ളവരിൽ നിന്നും നിർദ്ദേശം തേടിക്കൊണ്ട് ജോലിയോടൊപ്പം ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ അവസരമുണ്ടാകും. വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനാർത്ഥം എത്തിച്ചേർന്ന പല വിദ്യാർത്ഥികൾക്കും ഫെബ്രുവരി മാസത്തിൽ തന്നെ പരീക്ഷകളൊക്കെ കഴിഞ്ഞ് ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള ഉദ്യോഗത്തിൽ അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ദേഹപരമായിട്ടുള്ള പലവിധത്തിലുള്ള അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നത് വഴി വിദഗ്ധമായിട്ടുള്ള പരിശോധനകളൊക്കെ നടത്തും. ചിലർക്ക് സാംക്രമിക രോഗങ്ങളെ കൊണ്ടാണ് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുന്നത്. എന്നാൽ മറ്റു ചിലർക്ക് 4 വർഷത്തിന് മുമ്പ് ഉണ്ടായിട്ടുള്ള പകർച്ചവ്യാധിയുടെ അനന്തരഫലമായിട്ടുള്ള അസുഖങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതരമായിട്ടുള്ള ചികിത്സാ രീതികൾക്ക് തുടക്കം കുറിക്കാൻ അവസരം ഉണ്ടാകും. അറിയാതെ ചെയ്തു പോയ തെറ്റിന്, അബദ്ധങ്ങൾക്ക് പരിഹാരം പ്രായശ്ചിത്തം ചെയ്യുവാൻ അവസരം വന്നു ചേരും. സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായിട്ടുള്ള അവസ്ഥ സംജാതമാകുവാനിടയുണ്ട്. അഗ്നി, ആയുധം, ധനം, വാഹനം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ
ഈ മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും നിരുപാധികം പിന്മാറുവാനും ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ സർവാത്മന സഹകരിക്കുവാനും സാധ്യത കാണുന്നു. പലപ്പോഴും ഗൃഹത്തിൽ താമസിക്കുന്ന ഇതിന്റെ അവസ്ഥകളെ കൊണ്ട് ചിലർക്ക് സാമ്പത്തികമായുള്ള നേട്ടം കുറവ്, മറ്റു ചിലർക്ക് ഗൃഹത്തിൽ കയറി കഴിഞ്ഞാൽ വിമ്മിഷ്ടം ഉള്ളൊരവസ്ഥ, ഇങ്ങനെ പല സാഹചര്യങ്ങളും. എന്നാൽ വാടകയ്ക്ക് താമസിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള വിഷമങ്ങളൊന്നുമില്ലാതെ സ്വന്തം ഗൃഹത്തിൽ താമസിക്കുന്ന ഒരു അവസ്ഥയിൽ വന്നു ചേരുന്നതിന്റെ വെളിച്ചത്തിൽ വാസ്തുശാസ്ത്രപ്രകാരം ഗൃഹത്തിന് പരിവർത്തനങ്ങൾ നടത്തുവാൻ തയ്യാറാകുവാൻ ഇടയുണ്ട്. പുരോഗതിയില്ലാത്ത വ്യാവസായികമായിട്ടുള്ള മേഖലയിൽ നിന്നും പിന്മാറി വ്യാപാര വിപണന വിതരണ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് ഭാഗമായിട്ട് മറ്റൊരു പട്ടണത്തിലേക്ക് മാറി താമസിക്കാൻ അവസരം വന്നു ചേരും. വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിൽ പോലും പ്രായോഗിക വശം ചിന്തിച്ച് മാത്രമേ പ്രവർത്തിക്കാവൂ. അല്ലാത്ത പക്ഷം അബദ്ധങ്ങളും അനിഷ്ടങ്ങളും വന്നു ചേരുവാൻ സാധ്യത പോലും കാണുന്നുണ്ട്. ഇതാണ്